പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അതിവിശിഷ്ടമായ 2 പുണ്യസ്മരണകളിലാണ് നമ്മൾ ഓഗസ്റ്റ് 15 എത്തി നിൽക്കുന്നത്. നമ്മുടെ മാതൃഭൂമിയായ ഭാരതം വൈദേശിക അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായ ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഓർമ്മയും, അതുപോലെ നമ്മുടെ സ്വർഗീയ അമ്മ പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സ്വർഗാരോപണ തിരുനാളിൻ്റെ അതിവിശിഷ്ടമായ ഓർമ്മയും നമ്മളിന്ന് ഭക്തിപൂർവ്വം സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ഒപ്പം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. 2 അമ്മമാരെയാണ് നമ്മളിന്ന് ഓർമ്മിക്കുന്നത്. ആത്മശരീരങ്ങളോടെ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് മാതാവിന് ലഭിച്ച വലിയ ഒരു അംഗീകാരമായിരുന്നു. മാതാവിൻ്റെ അനന്യമായ, മാതാവിന് മാത്രം അവകാശപ്പെട്ട ഒരു അതിസ്വാഭാവിക ജീവിതത്തിന് സ്വർഗം നൽകിയ അംഗീകാരമായിരുന്നു ആത്മശരീരങ്ങളോടെ അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. കാരണം ദൈവത്തെ ഈ ഭൂമിയിൽ ഉദരത്തിൽ കൊണ്ടു നടന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തി ഈ ലോകത്തിന് രക്ഷയ്ക്കായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ആത്മാവും ശരീരവും ഏറ്റവും പൂജ്യമായി, ഏറ്റവും വിലയേറിയതായി സ്വർഗം കണ്ടതുകൊണ്ടാണ് അത് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. പരിശുദ്ധ അമ്മയ്ക്ക്, നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് കിട്ടിയ ഈ മഹാഭാഗ്യത്തിൽ മക്കളായ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്കെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തി വലിയ പോരാട്ടം നടത്തി ആ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു നമുക്ക് വാങ്ങിത്തന്ന മഹാത്മജി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്ര തലവന്മാരെയും രാഷ്ട്ര പ്രവർത്തകരെയും പുതിയൊരു രാജ്യത്തിൻ്റെ നിർമ്മാണത്തിനായി അഹോരാത്രം പരിശ്രമിച്ച എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈ രാജ്യത്തെ ഉത്തമ പൗരന്മാരായിരിക്കും എന്ന് നമുക്കൊരിക്കൽ കൂടി മനസ്സിൽ തീരുമാനമെടുത്ത് ഉറപ്പിക്കാനുള്ള ദിവസം കൂടിയാകട്ടെ ഓഗസ്റ്റ് 15. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം ഏറെ പരിചിതമായ, മാതാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും ഏറെ പ്രത്യേകമായി എടുത്തു വിവരിക്കുന്ന കാനായിലെ കല്യാണ എന്ന തിരുവചന ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒത്തിരിയേറെ ആത്മീയ ഉൾക്കാഴ്ചകൾ സഭയെ സംബന്ധിച്ചും ഈശോയെക്കുറിച്ചും ഒപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ചുമുള്ള തിരുവചന ഭാഗമാണിതെന്ന് നമുക്കറിയാം. മാതാവിനെക്കുറിച്ച് 2 പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, മാതാവിനെക്കുറിച്ച് തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ഒരു വാക്യത്തിന് ശേഷമാണ് ഈശോയെയും ശിഷ്യന്മാരെയും കുറിച്ച് പോലും പറയുന്നത്. അവരെ 2 പേരെയും ഉള്ള വിവരണത്തിൽ അവരുടെ റോളുകളുടെ വ്യത്യാസവും നമുക്ക് മനസ്സിലാവും. മാതാവ് അവിടെ ഉണ്ടായിരുന്നു, ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. ഒരു പക്ഷേ 2 രീതിയിൽ ഒന്നുകിൽ സുവിശേഷം അവരെ കാണുന്നു, അല്ലെങ്കിൽ അവർ തന്നെ വന്നത് അത്തരം 2 മനോഭാവങ്ങളിലൂടെ ആയിരിക്കാം. ഈശോയും ശിഷ്യന്മാരും ഒരു ക്ഷണം കിട്ടി വന്ന അതിഥികളുടെ രൂപത്തിലായിരുന്നു. എന്നാൽ മാതാവാകട്ടെ ആ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള, അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്ന, അതാത് സമയങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു വീട്ടുകാരി എന്ന നിലയിലുള്ള ഭാവമായിരുന്നു മാതാവിന്. മാതാവ്, ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. ആ വീട്ടിൽ വന്നവരെല്ലാം കണ്ടത് വിരുന്നുകാരെയും സന്തോഷവും നുരഞ്ഞു പൊങ്ങുന്ന വീഞ്ഞിൻ്റെ ലഹരിയുമൊക്കെ ആയിരുന്നു. വന്ന പൊതുവായിട്ടുള്ള ആളുകളെല്ലാം കണ്ടത് ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അവസരമായിരുന്നു. എന്നാൽ മാതാവ് മാത്രമാണ് അവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുന്നത്. അത് ആ വീട്ടിലുണ്ടായിക്കൊണ്ടിരുന്ന ഒരു സന്തോഷക്കുറവിനെ കുറിച്ചായിരുന്നു, വീഞ്ഞ് തീർന്നു പോകുന്നതിനെക്കുറിച്ചായിരുന്നു, അവരുടെ ഒരു കുറവിനെക്കുറിച്ച്, അവരുടെ ഒരു പോരായ്മയെക്കുറിച്ച്, ഒരാവശ്യത്തെക്കുറിച്ച് മാതാവ് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ മാതാവും ക്ഷണിക്കപ്പെട്ടു വന്നതായിരിക്കാം. പക്ഷെ മാതാവ് ഒരു ക്ഷണിക്കപ്പെട്ട ആളിനെ പോലെ ഒന്നും അറിയാത്തതുപോലെ മാറി നിൽക്കുകയല്ല. ഒരു അമ്മ എന്ന നിലയ്ക്ക് വീടിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളെന്ന ആ ഒരു ഭാവത്തിൽ തന്നെ ഈ വീട്ടിലും അമ്മ കയറി ഇടപെടുന്നു. അമ്മ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ വീഞ്ഞ് കരുതിയില്ല, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടവർക്കുള്ളത് അത്രയും നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചില്ല, ഇത്തരം ചോദ്യങ്ങളോ അവരെ കളിയാക്കലുകളോ അവരിൽ നിന്ന് മാറി നിൽക്കലോ
ഒന്നും മാതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മാതാവ് അവരുടെ കൂടെ ആ പ്രയാസത്തിൽ നിന്നു എന്നുള്ളതാണ് മാതാവിനെ ഇവിടെ വ്യത്യസ്തയാക്കുന്ന ഒരു പ്രധാന കാര്യം. ബാക്കിയുള്ളവരെല്ലാം ഒരുപക്ഷെ ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നില്ല. അറിഞ്ഞവർ തന്നെ അതിൽ ഇടപെടാതെ മാറി നിൽക്കുമ്പോൾ മാതാവ് അത് അറിയുകയും അവരെ കുറ്റപ്പെടുത്തി കളിയാക്കി ഉപേക്ഷിച്ച് മാറ്റിവിടാതെ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ഭാവവും സാന്നിധ്യവുമാണ് നമ്മൾ കാണുന്നത്. മാതാവ് അതുകൊണ്ടും നിർത്തുന്നില്ല. മാതാവ് തനിക്ക് പറ്റുന്ന പ്രശ്ന പരിഹാരം പരിശ്രമിക്കുന്നു. എന്താണ് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, മാതാവല്ല വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നത്. പക്ഷേ അതിലേക്ക് എത്തിക്കാൻ, അതിലേക്കുള്ള വഴി തുറക്കാൻ മാതാവിന് പറ്റുന്നു. മാതാവ് ആളുകളുടെ അടുത്തേക്ക് വാങ്ങാൻ പറഞ്ഞു വിടുകയല്ല, കടയിലേക്ക് പറഞ്ഞു വിടുകയല്ല, അതിഥികളോടില്ല എന്ന ന്യായം പറയാൻ വീട്ടുകാരെ പറഞ്ഞേൽപ്പിക്കുകയല്ല. ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും എന്ന് മാതാവ് സ്വയം ചിന്തിച്ച് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവത്തിനാണ് പരിഹരിക്കാൻ പറ്റുന്നത് എന്ന ഒരു ചിന്തയിലേക്ക്, എന്ന ഒരു ബോധ്യത്തിലേക്ക് അവിടെയുള്ള ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ മാതാവ് ഈശോയിലേക്ക് തിരിക്കുന്നു. മാതാവിൻ്റെ വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം കൂടിയാണ് ഇവിടെ കാണുന്നത്. മാതാവ് ഇടപെട്ടപ്പോൾ അത് ദൈവത്തിലേക്ക് ആളുകളെ ശ്രദ്ധ തിരിക്കുന്ന കാര്യമായിട്ട് കൂടി മാറി. ശരിയായ പരിഹാരം ഏത് പ്രശ്നത്തിനും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന ഒരു സൂചന മാതാവ് അവിടെ നൽകുകയായിരുന്നു. മാതാവിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും കാര്യം നമുക്കും വലിയ മാതൃകയാവേണ്ടതാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എന്താണ് നമ്മുടെ കണ്ണുകളിലെ കാഴ്ചയായിട്ട് മാറുന്നത്? അവിടുത്തെ ആഘോഷവും സന്തോഷവും, വരുന്ന ആളുകളും, അല്ലാതെ ഒരു പക്ഷേ അവിടുത്തെ ആവശ്യങ്ങളെക്കുറിച്ചോ നമ്മുടെ എന്തെങ്കിലും സഹായം അവർക്ക് ആവശ്യമുണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കുന്നതിന്, മാതാവിനെ പോലെ വ്യത്യസ്തമായി ചിന്തിക്കുന്നതിന് നമുക്ക് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആവുന്നുണ്ടോ? ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് കണ്ടാൽ അവിടെ നിന്ന് മാറിപ്പോകാതെ, അത് നടത്തുന്നവരുടെ കഴിവില്ലായ്മയെ കുറ്റപ്പെടുത്താതെ പറ്റുന്ന സഹായം എന്താണ് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതിന് വേണ്ടത് ഇടപെടാറുണ്ടോ? ആത്യന്തികമായി നമ്മൾ അവരെ ദൈവത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടോ? മാതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു ചലഞ്ചാണതെന്ന് ഞാൻ കരുതുന്നു. മാതാവ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുന്ന രണ്ടാമത്തെ ഒരു പ്രധാന ചിന്ത ഇതാണ്. മാതാവ് ഈശോയുടെ മുമ്പിൽ ആശയം ഉണർത്തിക്കുന്നു. അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ അത്ര പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. ഈശോ ചോദിക്കുന്നു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്നാൽ മാതാവ് പറഞ്ഞതല്ലേ, എന്നാൽ അവർക്ക് ഞാൻ ഉടനെ വീഞ്ഞുണ്ടാക്കി കൊടുക്കാമെന്ന് മാതാവ് പെട്ടെന്നൊരു ഉത്തരവല്ല പറയുന്നത്. ആദ്യം ഒരല്പം നിഷേധത്തിൻ്റെ, അല്ലെങ്കിൽ മാതാവ് പറഞ്ഞതിനെ അതേപടി പരിഗണിച്ചില്ല എന്നതിൻ്റെ സൂചനയിലുള്ള ഒരു മറുപടിയാണ് ഈശോയിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ മാതാവിൻ്റെ തുടർന്നുള്ള വാക്കുകൾ അവളുടെ മനോഭാവത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇത്ര ഒരു മറുപടി കേട്ടിട്ട് ഈശോയോട് തിരിച്ചൊരു കാര്യമല്ല മാതാവ് പറയുന്നത്. എന്തോ ഒരു പോസിറ്റീവായ കാര്യം കേട്ടതുപോലെ ഉടനെ മാതാവ് ബാക്കിയുള്ള പരിചാരകരോട് പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പുതിയ പരിഭാഷയിൽ അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ എന്ന് പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്തയാണ് നമുക്ക് നൽകുന്നത് എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ എപ്പോഴും ഉത്തരം പോസിറ്റീവ് ആവണമെന്നില്ല. പക്ഷെ മാതാവിന് ഈശോയിൽ, ഈശോയുടെ കഴിവിൽ, ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അഗാധമായ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം പ്രസവിച്ച് വളർത്തിയ അമ്മയാണ്. അതുകൊണ്ട് തന്നെ മകനെക്കുറിച്ച് നന്നായി അറിയാം, മകൻ ആരാണെന്നറിയാം, മകൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരല്പം പോസിറ്റീവ് അല്ലാത്ത ഒരു മറുപടി കേട്ടിട്ടും മാതാവ് വിചാരിക്കുന്നു, എൻ്റെ മകൻ വേണ്ടത് ചെയ്തുകൊള്ളും. മാതാവ് വിശ്വാസത്തോടെ ഈശോയിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. അവൾ പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. മാതാവിൻ്റെ ആ വിശ്വാസത്തെ ഈശോയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ ഈശോ അത്ഭുതം ചെയ്യാനുള്ള ആദ്യ നടപടികൾ ആരംഭിക്കുന്നു. ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നു. അവിടുന്ന് പിന്നീട് അത്ഭുതത്തിൻ്റെ തുടക്കമാണ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന മറ്റൊരു സ്ത്രീയാണ്, ഒരു സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു കാനാൻകാരി സ്ത്രീ. തൻ്റെ മകൾക്ക് വേണ്ടി സഹായം ചോദിച്ചു വന്നു. മറ്റൊരു വിഭാഗം എന്ന രീതിയിൽ ഈശോ അവളെ ഒരല്പം കളിയാക്കിയോ മാറ്റി നിർത്തിയോ ശ്രദ്ധിക്കാതെയോ എന്ന രീതിയിലുള്ള മറുപടികളൊക്കെ പറയുമ്പോൾ അവളുടെ വിശ്വാസത്തിന് ചേർന്ന മറുപടികൾ ഈശോയോട് തിരിച്ചു പറഞ്ഞുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ കയറിക്കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ അവസാനം ആ സ്ത്രീയുടെ മുമ്പിൽ തൻ്റെ തോൽവി സമ്മതിച്ചെന്ന രീതിയിൽ ഈശോ പറയുന്നു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ മകൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുന്നു. ഇവിടെ മാതാവിൻ്റെ വലിയ വിശ്വാസം, മാതാവിനറിയാം ഈശോ ഒരല്പം പോസിറ്റീവ് അല്ലാതെ ആദ്യം പറഞ്ഞാലും വിശ്വാസത്തോടെ നിന്നാൽ ഈശോ വേണ്ടത് ചെയ്തുകൊള്ളും.
മാതാവ് നമുക്ക് തരുന്ന വലിയൊരു മാതൃകയും അതാണ്. പലപ്പോഴും നമ്മളേറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പലതും സംഭവിക്കണമെന്ന് കരുതുന്നുണ്ടാവും. പക്ഷെ മറുപടി അത്ര പോസിറ്റീവായിട്ട് ദൈവത്തിൽ നിന്ന്, ദൈവപദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നില്ലെന്ന് തോന്നിയാലും നമ്മൾ വിശ്വാസത്തോടെ നിന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരികയും അതിനെ അനുഗ്രഹിച്ച് ഈ വീഞ്ഞു പോലെ മേൽത്തരമാക്കി മാറ്റുകയും ചെയ്യും. അതുവരെ കരുതി വെച്ച വീഞ്ഞു പോലെയല്ല, അതിനേക്കാൾ വീര്യമുള്ള, ക്വാളിറ്റിയുള്ള മേൽത്തരം വീഞ്ഞാക്കി ഈശോ മാറ്റിയതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെയും വിശ്വാസത്തോടെ നിന്നാൽ ഈശോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും എന്ന വലിയൊരു സന്ദേശമാണ് മാതാവിൻ്റെ ഈ ഇടപെടലും തുടർന്ന് മാതാവിൻ്റെ വാക്കുകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന ഈ വലിയ 2 മാതൃകകൾ നമുക്ക് മനസ്സിൽ ഓർമ്മിക്കാം. ഒന്ന്, ആൾക്കൂട്ടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒച്ചപ്പാടിൻ്റെയും ബഹളങ്ങളുടെയും കാഴ്ചകൾക്കിടയ്ക്ക് ആവശ്യമുള്ളവരെ കണ്ണു തുറന്ന് കാണാൻ മാതാവിനെ പോലെ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായി, ഈശോയിൽ നിന്ന് പെട്ടെന്നൊരു പോസിറ്റീവ് ഉത്തരം കിട്ടിയില്ലെങ്കിലും മനസ്സ് പതറാതെ, ചാഞ്ചല്യപ്പെടാതെ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനയിലും ഈശോയോടുള്ള യാചനയിലും ഉറച്ചു നിന്നാൽ ഈശോ ആ വിശ്വാസത്തെ കാണാതെ പോകില്ല എന്ന് മാതാവ് തൻ്റെ സ്വന്തം ജീവിത മാതൃക കൊണ്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ഈ അമ്മയുടെ നല്ല മാതൃക നമുക്ക് പിന്തുടരാം. അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ഗാനത്തിൽ പാടി പ്രാർത്ഥിക്കുന്നത് പോലെ, എന്തു നല്ല അമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. നമ്മുടെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയം, സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യാമറിയം നമുക്കെല്ലാവർക്കും വേണ്ടി, മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥവും സംരക്ഷണവും നൽകട്ടെ. ഏവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളങ്ങളും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.